ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി ജയന്തിയോട് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അല്ലെ കല്യാണത്തിന് സമ്മതിച്ചത്? അപ്പൊ ജയന്തി ചോദിക്കണ, അതെന്താ സുഭാഷിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ നിധി പറയണ, അയ്യോ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് കല്യാണമൊക്കെ തീരുമാനമായില്ലേ, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഓക്കെ ആണോ എന്ന് ഒന്ന് അന്വേഷിച്ചതാ. ഇത് കേട്ട് ജയന്തി പറയുന്നു, എനിക്ക് മനസ്സിലായി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്ക് സുഭാഷിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ അടുത്തതെല്ലാം പെട്ടെന്ന് നടക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ, ഞങ്ങൾ എന്താ ചോദിച്ചെന്ന് വെച്ചാൽ, വീട്ടില് ഞങ്ങൾ ആണുങ്ങളാ കൂടുതൽ. ഞാൻ, സുഭാഷ് ഏട്ടൻ, ഞങ്ങളുടെ 2 അനിയന്മാര്, അച്ഛൻ, നിധി മാത്രമാണ് ഒരു പെണ്ണ്. അടുത്തതായി നിങ്ങളാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് ഒന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നിധി പറയണ, ഇതൊക്കെയാണ് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഇരിക്കുമ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ തനിച്ച് കണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചേ. നിങ്ങക്ക് നിങ്ങളുടെ തീരുമാനം പറയാം, ഞങ്ങൾക്ക് അതെന്താണെന്ന് അറിയാനും പറ്റും, അതുകൊണ്ടാ ചോദിച്ചത്. ജയന്തി പറയുന്നു, ഞാൻ അതൊന്നും നോക്കിയില്ല, ഇതെന്റെ സെക്കൻഡ് മാരേജ് അറിയാലോ, ഇതില് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. എന്റെ കല്യാണം നടത്തണമെന്ന് വീട്ടുകാർ പറഞ്ഞു, എനിക്കും ഇത് ഓക്കെ എന്ന് തോന്നി. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ പ്രപ്പോസലുമായി ബ്രോക്കർ വന്നത്. അവരെല്ലാവരും നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു, അതല്ലാതെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എനിക്കും എന്റെ ഹസ്ബൻഡിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാള് ഓവറായിട്ട് സംസാരിക്കുന്നത്, അയാളില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നുള്ള രീതിയിലാ സംസാരിക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കൂടെ അയാൾക്ക്? ഈ ഡിവോഴ്സ് പ്രോസസ് തന്നെ ഒരുപാട് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഡിവോഴ്സിന് ഓക്കെ പറയാൻ തന്നെ ഇത്രയും നാളെടുത്തു. അയാളെ ഡിവോഴ്സ് ചെയ്താൽ എനിക്കൊരു ജീവിതം ഇല്ലെന്ന് അയാളുടെ വിചാരം. ഡിവോഴ്സ് കിട്ടിയാലുടനെ നിനക്ക് വേറെ കല്യാണം നടക്കുവോ? ഇക്കാര്യത്ത് ആദ്യത്തെ കല്യാണം നടക്കുന്നത് തന്നെ കഷ്ടമാ. സെക്കൻഡ് മാരേജിനൊന്നും സാധ്യതയില്ലെന്ന് ഓവറായിട്ട് സംസാരിക്കുന്നു. അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ എന്റെ സെക്കൻഡ് മാരേജ് നടക്കണം, അതും ഡിവോഴ്സ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം നടക്കണം. അയാൾ മനസ്സിലാക്കണം, എന്റെ കല്യാണം നടക്കും, ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. അതുകൊണ്ടാ നിശ്ചയവും കല്യാണവും ഒക്കെ പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ച്. എനിക്ക് ഡിവോഴ്സ് കിട്ടിയാലുടനെ കല്യാണവും നടക്കണം. അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോഴേ അയാൾക്ക് അയാളുടെ നഷ്ടം മനസ്സിലാകും. അതുമാത്രം മതി എനിക്ക്, അല്ലാതെ എനിക്ക് ഈ കല്യാണത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ചായയാണോ കാപ്പിയാണോ കുടിക്കാൻ? ഒന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ ജയന്തി പറയണ, പറയൂ എന്താ വേണ്ടേ? അപ്പൊ നിധി കോഫി ഓക്കെ ആണെന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നു, എനിക്കും അത് തന്നെ പറഞ്ഞാൽ മതി. തുടർന്ന് കോഫി കുടിച്ചതിന് ശേഷം ജയന്തി പറയുന്നു, ശരി അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. ശരിയെന്ന് നിധി പറയുമ്പോൾ ജയന്തി അവിടെ ഒന്ന് പോവുകയാണ്. നിധിക്ക് എന്താ തോന്നുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അവർക്ക് അവരുടെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കണം, അയാളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം, അതുമാത്രമാണ് ആ ജയന്തിയുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ കല്യാണത്തില് സ്വപ്നങ്ങളും എക്സ്പെക്ടേഷൻസും ഒന്നുമില്ല. സുഭാഷ് ഏട്ടന് ശരിക്കും അവരെ ഇഷ്ടപ്പെട്ടോന്ന് പോലും അറിയില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അവര് റിവെഞ്ചിന് വേണ്ടിയാണ് കല്യാണം പോലും കഴിക്കുന്നത്. ഇതൊക്കെ ശരിയാകുവോ? നിധി പറയണ, അറിയില്ല, അവരെങ്ങനെ, അവരുടെ ക്യാരക്ടർ എങ്ങനെ സുഭാഷ് ഏട്ടന് ശരിയാകുവോ? ഒന്നും അറിയില്ല. അവർ രണ്ടുപേരും കൂടിയാണ് സംസാരിക്കേണ്ടത്. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ രണ്ടുപേർക്കും ഇഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനവര് തയ്യാറാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ഈ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക? എനിക്ക് മനസ്സിലായിടത്തോളം അവര് മനസ്സുകൊണ്ട് അവരുടെ പാസ്റ്റ് ലൈഫിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ തനിച്ച് കണ്ട് സംസാരിച്ച കാര്യം പോലും സുഭാഷേനോട് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം, കുറച്ച് സമയം എടുക്കാം. ഒരാഴ്ച കൊണ്ട് എല്ലാം തീരുമാനിക്കാനൊന്നും പറ്റില്ലല്ലോ. തുടർന്ന് റൂമിലിരിക്കുന്ന നീതു ഓർക്കുകയാണ്, ഹരീഷ് തന്നോട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചത്, ഹരീഷുമായി വഴക്കിട്ടത്. ഈ സമയം നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹരീഷ്. നീതു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹരീഷ് മനസ്സിൽ പറയുന്നു, ഉറങ്ങി കാണുമോ? അപ്പൊ നീതു പറയാണ്, എടുക്കത്തില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ വിളിക്കത്തില്ലേ? അങ്ങനെ നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഒരു തവണ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ഒന്നുകൂടി വിളിച്ചൂടെ? അപ്പൊ ഹരീഷ് പറയണ, ഫോൺ എടുത്തില്ല, ഉറങ്ങിക്കാണോന്ന് വിചാരിച്ചു. ഇത് കേട്ട് നീതു ചോദിക്കണ, ഈ നേരത്ത് ഉറങ്ങുമോ? നിന്നോട് സംസാരിക്കാതെ ഞാൻ എന്നാ ഉറങ്ങിയിട്ടുള്ളത്? പുറത്തിരിക്കുന്ന അഖിൽ നീതുവിന്റെ സംസാരം ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയണ, എങ്കിൽ പിന്നെ ഫോൺ എടുക്കത്തില്ലായിരുന്നോ? നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയണ, അപ്പൊ എടുത്ത് സംസാരിക്കണ്ടായിരുന്നോ? അപ്പൊ നീതു പറയണ, ഞാൻ എടുത്തില്ലെങ്കിൽ നീ തിരിച്ചു വിളിക്കില്ലേ? അപ്പൊ ഹരീഷ് പറയണ, നീ എടുത്തില്ല, അപ്പൊ പിന്നെ വീണ്ടും വീണ്ടും ഞാൻ വിളിക്കണോ? നീ എപ്പോഴെങ്കിലും കോള് കണ്ട് തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ നീതു പറയണ, അങ്ങനെയൊന്നുമല്ല, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും നീ വീണ്ടും വിളിക്കണം, എന്നോട് സംസാരിക്കണമെന്ന് നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതാണ് ശരിക്കുള്ള പ്രണയം. പേരിനൊരു കോള് ചെയ്യും, എടുത്തില്ലെങ്കിൽ പിന്നെ ഓ സമാധാനമായി, അവൾ എടുത്തില്ല, ഇനി ഉറങ്ങാന്ന് പറഞ്ഞാൽ ഉറങ്ങൂ. അത് ട്രൂ ലവ് അല്ല. നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എന്തോരം തല്ല കൊണ്ടുവര് എന്നെ ഇവര് ടോർച്ചർ ചെയ്യലായിരുന്നു. ഞാൻ എന്റെ വീട്ടിലാണോ താമസിക്കുന്നത് അതോ ശത്രുവിന്റെ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള എന്നെ നോക്കി നീ എങ്ങനെയൊക്കെയാ പറഞ്ഞത്? അപ്പൊ ഹരീഷ് പറയണ, നീതു ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്നോട് വഴക്കിടാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചേ. അപ്പൊ നീതു പറയണ, ശരി ഓക്കെ, അപ്പൊ സോറി പറ. എന്തിനെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, നീ എന്നെ സെൽഫിഷ് എന്ന് പറഞ്ഞില്ലേ, അതിന് സോറി പറ. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കണ, എന്തുകൊണ്ട് പറയില്ല? അപ്പൊ ഹരീഷ് പറയണ, നീ ചെയ്തത് തെറ്റാ. സുഭാഷേട്ടന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഞാൻ വിഷമത്തെ നിന്നോട് പറഞ്ഞപ്പോ നീ അതോർത്ത് ഒട്ടും വിഷമിക്കാതെ എങ്ങനെയെങ്കിലും ആ ജയന്തിയുമായിട്ടുള്ള സുഭാഷേട്ടന്റെ കല്യാണം നടന്നാ മതിയെന്ന് പറയുന്നു. നിനക്കെന്താ, സുഭാഷേട്ടന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മുടെ കല്യാണം നടക്കും, അതുകൊണ്ട് സുഭാഷേട്ടൻ ആരെ കിട്ടിയാലും നിനക്ക് ഒരു പ്രശ്നമല്ല. അപ്പൊ നീ സെൽഫിഷ് അല്ലേ? അപ്പൊ നീതു പറയണ, ഞാൻ നിന്റെ ചേട്ടന്റെ
നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. നീ പറഞ്ഞ മീനിങ്ങിലൊന്നും അല്ല ഞാൻ സംസാരിച്ച്. അതുപോലും മനസ്സിലാക്കാതെ നീ എന്നെ സെൽഫിഷ് എന്ന് വിളിക്കുന്നു. ആദ്യം സോറി പറ. ഇത് കേട്ട് ഹരീഷ് പറയാണ്, ന്യായമായിട്ട് നോക്കിയാൽ നീ എന്നോട് സോറി പറയേണ്ടത്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ കയ്യിൽ വെച്ചിട്ട് എടുത്തില്ല, വീണ്ടും വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ എന്നോട് ദേഷ്യപ്പെടുന്നു. നീ ദേഷ്യപ്പെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിന്റെ ഈ ദേഷ്യം കൊണ്ട് 10 പൈസക്ക് പ്രയോജനമില്ല. ഇത് കേട്ട് നീ ഇത് പറയണ, നീ നല്ലവനെ പോലെ സംസാരിക്കുകയൊന്നും വേണ്ട കേട്ടോ. നീ എനിക്ക് വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ഹരീഷ് പറയുമ്പോൾ നീ ഇത് പറയണ, സെൽഫിഷ് എന്താണെന്ന് അറിയാം, പക്ഷെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അറിയില്ല. നീ എനിക്ക് വേണ്ടി ഇതുവരെ എന്താ വിട്ടുകൊടുത്തിട്ടുള്ളത്? നിനക്ക് എപ്പോഴും നിന്റെ കുടുംബമാണ് പ്രധാനം. എനിക്ക് വേണ്ടിയൊന്നും നീ ചിന്തിക്കത്തേ ഇല്ലല്ലോ. നീ എന്ത് മനുഷ്യനാ? അപ്പൊ ഹരീഷ് പറയണ, നിന്നോട് സംസാരിച്ചാൽ എന്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. എന്ത് സംസാരിച്ചാലും വഴക്കുണ്ടാക്കാൻ വരുന്നു. രാത്രി ഉറങ്ങാതെ നീ ചിന്തിക്കുന്നത് എന്റെ സമാധാനം എങ്ങനെ കളയാമെന്നാണോ? നോക്ക്, ദയവ് ചെയ്ത് ഫോൺ വെക്ക്. അപ്പൊ നീതു പറയണ, നിനക്കല്ലെങ്കിലും എന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, എന്റെ പൊന്നു നീതു ഫോൺ വെക്കാനാ പറഞ്ഞേ. അപ്പൊ നീതു പറയണ, നീ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞ ഫോണിൽ നോക്കിയിരുന്ന എന്നെ ചെരുപ്പ് കൊണ്ട് തല്ലണോടാ. അപ്പൊ ഹരീഷ് പറയണ, പുറത്ത് കിടപ്പുണ്ടായിരിക്കും, ചെരുപ്പെടുത്ത് അടിച്ചു. അപ്പൊ നീതു പറയണ, ഇപ്പൊ പോലും നീ സംസാരിക്കുന്നത് എങ്ങനാ? ഒരു സോറി പറഞ്ഞ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയണ, അതൊന്നും പറയാൻ പറ്റില്ല, ഫോൺ വെക്ക്. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദേഷ്യത്തോടുകൂടി ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് നീതു. വാതിലിന്റെ അരികിൽ നിൽക്കുന്ന അഖിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഫോണിൽ നോക്കിക്കൊണ്ട് നീതു പറയാണ്, വീണ്ടും വിളിക്കുന്നുണ്ടോന്ന് നോക്കി. അവൻ അത്രയ്ക്ക് അഹങ്കാരോ? പിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നേ? വാതിൽ തുറന്ന അവിടേക്ക് വന്ന അഖിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താ മേഡം വഴക്കാണോ? ഇത് ഇങ്ങനെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നടി. അപ്പൊ നീതു പറയണ, ഒന്ന് പോയെ, എന്ത് വേണമെന്ന് എനിക്കറിയാം. അപ്പൊ അഖിൽ പറയണ, ഞാൻ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ച് ചാവുന്നുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പോഴാ എന്റെ മനസ്സിലൊരു സമാധാനം കിട്ടിയത്. നീ പറയുന്നത് അല്പം പോലും അവൻ കേൾക്കുന്നില്ലല്ലോ. ഇനി ഇത് 2 മാസമെങ്കിലും മുന്നോട്ട് പോവോ? നിന്നോടാണ് ചോദിച്ചത്. ദേഷ്യത്തോടുകൂടി അഖിലിനെ റൂമിൽ നിന്ന് ഇറക്കിവിട്ട് വാതിലടച്ച് കുറ്റിയിടുകയാണ് നീതു. അഖിൽ പറയുന്നു, പൊടി പോ, നീ എവിടേക്ക് പോയാലും ഒടുവിൽ ഇവിടെ തന്നെ വരും. ഇനി ഞാൻ നോക്കിക്കോളാം, എന്തു വേണമെന്ന് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് നിധി സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ എടുക്കുകയാണ്. ചോക്ലേറ്റുമായി അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ദാ നിധി, ഇതെന്തിനാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ചോക്ലേറ്റ് നിധിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പൊ നിധി പറയണ, എനിക്ക് വേണ്ട. അപ്പൊ സുധീഷ് പറയണ, ശരി, എനിക്ക് പിന്നെ ബിസ്ക്കറ്റ് എടുക്കാം. ഇത് കേട്ട് നിധി പറയുന്നു, അതൊന്നും വേണ്ട. ഇത് കേട്ട് സുധീഷ് പറയണ, അപ്പൊ ഇതും വേണ്ടേ? എങ്കിൽ പിന്നെ നൂഡിൽസ് വാങ്ങിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയണോ, അവിടെ എന്താ സുധീഷ്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇത് ചോദിച്ചായിരുന്നോ? ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെ കൊണ്ടുവയ്ക്ക്. ഒന്ന് പോകുന്നുണ്ടോ? ഇവക്ക് കുറച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് ട്രോളിയുമായി അവിടെ നിന്ന് പോവുകയാണ്. സാധനങ്ങൾ എടുത്ത് ട്രോളിയിലേക്ക് വെക്കാനായി വരുന്ന നിധി ട്രോളി കാണാതെ ചുറ്റും നോക്കുന്നു. സുധീഷ് എവിടെ പോയി? ഇത് കേട്ട് സുധീഷ് പറയണ, അയ്യോ എന്നെയല്ലേ വിളിക്കുന്നത്? നിധി ദാ വരുന്നു എന്ന് പറഞ്ഞ ട്രോളിയുമായി സുധീഷ് എവിടേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, എവിടെ പോയതാ? ഞാനിവിടെ അടുത്തുണ്ടായിരുന്ന നിധിന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, പോകുന്നെങ്കിൽ സുധീഷ് തനിച്ചു പോയ പോരെ, എന്തിനാ ഈ ട്രോളിയും കൊണ്ട് പോകുന്നേ? ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ട്രോളി വാങ്ങിച്ച് നിധി പറയണ, പിടിച്ചാ കേൾക്കണം, ഇവിടെ അടുത്ത് തന്നെ കാണണം. അങ്ങനെ നിധി വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങുകയാണ്. അവിടേക്ക് വന്ന ഒരു പെൺകുട്ടിയെ ചുറ്റും നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ അന്വേഷിക്കുന്നത്? അപ്പൊ ആ പെൺകുട്ടി പറയണ, ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ സുധീഷ് പറയണ, ക്യാഷ് ഇവിടെ എവിടെ കണ്ടായിരുന്നല്ലോ, ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. 500 ഗ്രാം ആണോ 200 ഗ്രാം ആണോ? അപ്പൊ ആ പെൺകുട്ടി പറയുന്നു, 100 ഗ്രാം മതി. ഇതാന്ന് പറഞ്ഞ അത് എടുത്തു കൊടുത്ത് സുധീഷ് ചോദിക്കുന്നു, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. നിധി ചോദിക്കുന്നു, സുധീഷ് ഇവിടെ സെയിൽസിൽ ജോലി ചെയ്യുകയാണോ? ഒരു സാമൂഹ്യ സേവനമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നു, ആ പെണ്ണിന് ക്യാഷ് നട്ട്സ് എടുത്തു കൊടുക്കുന്നതും ഒരു സാമൂഹ്യ സേവനമാണല്ലേ? പിടിക്കത്, ഈ ട്രോളി തള്ളിക്കൊണ്ട് എന്റെ പിന്നാലെ വരണം, നടക്കങ്ങോട്ട്. അപ്പൊ സുധീഷ് പറയണ, നിധി നടന്നു, ഞാൻ വരുവാ. ഇത് കേട്ട് നിധി മുന്നോട്ട് പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, ഞാൻ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ നിധിക്കത് താങ്ങാൻ പറ്റുന്നില്ല, എന്താ ദേഷ്യം? ആ പെണ്ണ് പോയോ? നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞ സുധീഷ് ട്രോളിയുമായി പിന്നാലെ പോവുകയാണ്. നിധി പറയുന്നു, സുധീഷ് ഞാൻ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ മേടിച്ചോണ്ട് വരാം. സുധീഷ് ചോദിക്കുന്നു, അതൊക്കെ എന്തിനാ? വീട്ടിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നിധി പറയണ, പിന്നെ ഒരുപാടുണ്ടല്ലോ, ചളുങ്ങിയതും പൊട്ടിയതുമായിട്ടൊക്കെ. ഒരു പാൽപാത്രം പോലും ഇല്ല അവിടെ. അങ്ങനെ നിധി പാത്രങ്ങൾ എടുക്കാനായി പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ, എന്റെ ഭാര്യയ്ക്ക് എന്താ ഉത്തരവാദിത്വം? നിധി എന്തിനാ ഇതൊക്കെ വാങ്ങി കഷ്ടപ്പെടുന്നത്? എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നാ മതിയായിരുന്നല്ലോ, ഞാൻ പോയി വാങ്ങിച്ചേനല്ലോ. അപ്പൊ നിധി പറയണ, ആ വീട്ടിൽ തന്നെ ഇത്രയും വർഷമായിട്ട് ജീവിച്ചല്ലേ സുധീഷ്, കിച്ചണിലെ പാത്രങ്ങളൊന്നും കൊള്ളില്ല, പുതിയത് വാങ്ങണമെന്ന് ഒരിക്കൽ പോലും തോന്നിയില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. സുഭാഷ് ഏട്ടൻ പാവം ജോലിക്ക് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല, ആ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നില്ല. നിങ്ങൾ വീടിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കളറുള്ള ഷർട്ടുകൾ മാറി മാറി ഇട്ടോണ്ട് നടക്കുന്നു. വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി വെക്കാൻ പോലും ഉള്ള ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനല്ലോന്ന്. അങ്ങനെ നിധി എവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയണ, ഇവളെന്തിനാ ഇങ്ങനെയാണെന്ന് ദേഷ്യപ്പെടുന്നത്? മിണ്ടാതെ ഇവിടെ കണ്ട നിൽക്കാം, പോയി എടുത്തോണ്ട് വരട്ടെ, സമയം ഒരുപാടാകുന്നു. നിധി വാങ്ങിക്കേണ്ടതൊക്കെ വാങ്ങിച്ചോ? അപ്പൊ നിധി പറയണ, വാങ്ങിട്ട് വരാം, ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ശരി വാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സാധനങ്ങളെല്ലാം ബില്ലടിച്ച് നിധി ക്യാഷ് കൊടുക്കാൻ
കൊടുക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് ക്യാഷ് എടുക്കുകയാണ്. നിധി പറയുന്നു വേണ്ട സുധീഷ് ഞാൻ കൊടുക്കാം. അപ്പൊ സുധീഷ് പറയണ വേണ്ട നിധി എന്റെ കയ്യിലുണ്ട്. നിധി പറയണ എന്റെ കയ്യിലുണ്ട് ഞാൻ കൊടുത്തോളാം സുധീഷ്. നമ്മുടെ വീടിന് വേണ്ടി ഞാനൊന്നും വാങ്ങാൻ പാടില്ല, ഇതെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കാം. ഇത് കേട്ട് സുധീഷ് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി ക്യാഷ് കൊടുക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ നമ്മുടെ വീട്. അവിടെ ഇരിക്കുന്ന നൂഡിൽസ് എടുത്ത് കാണിച്ചുകൊണ്ട് നിധി ചോദിക്കണ ഇത് വേണം സുധീഷിന്. സുധീഷ് തലയാട്ടുകയാണ്. എങ്കിൽ ഇതും കൂടി ബില്ലടിച്ചു എന്ന് പറഞ്ഞ നിധി ആദ്യം വാങ്ങുന്നു. സുധീഷ് വളരെ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തു പറ്റി സുധീഷ് എന്ന് നിധി തോളിൽ തട്ടി ചോദിക്കുമ്പോൾ സുധീഷ് ചുറ്റും നോക്കുകയാണ്. നിധി ചോദിക്കുന്നു അത്രയല്ലേ ഉള്ളൂ, എന്താ ഇങ്ങനെ നോക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ ഒന്നുമില്ല നിധി എല്ലാം മേടിച്ചോ. അങ്ങനെ സുധീഷ് മനസ്സിൽ പറയണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യയായിട്ട് അങ്ങ് ജീവിക്കുക എന്റെ നിധി എന്ന് വിളിച്ച് സുധീഷ് നിധിയെ തലോടാനായി വരുമ്പോൾ ഞെട്ടി നിധി ചോദിക്കുന്നു എന്താ? ഒന്ന് ബദലേ സുധീഷ് പറയണ നിധിയുടെ തലയില് ഡസ്റ്റ്. തലയിലോ പോയോന്ന് ചോദിച്ച് നിധി തന്റെ തലയിൽ തട്ടുകയാണ്. ഇല്ല പോയില്ല എന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ തലയിൽ തലോടുന്നു. നിധി ചോദിക്കുന്നു പോയോ? അപ്പൊ സുധീഷ് പറയണ ഇപ്പൊ പോയി, എങ്കിൽ പിന്നെ നമുക്ക് പോകാം. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വണ്ടിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയണ നിധി ഒരുപാട് സാധനങ്ങൾ വാങ്ങിയല്ലോ. അപ്പൊ നിധി പറയണ സാലറി കിട്ടിയാൽ ഉടനെ വാങ്ങണമെന്ന് വിചാരിച്ചത്. അത് മാത്രമല്ലല്ലോ വീട്ടിലേക്ക് ഒരു പെണ്ണും കൂടി വരാൻ പോവുകയല്ലേ. ചളങ്ങിയ പാത്രങ്ങളൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കും? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യുമോ? അവര് വരുമ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം നന്നായിരിക്കുമ്പോൾ ഒരു നല്ല ഫീൽ കിട്ടത്തില്ലേ? അപ്പൊ സുധീഷ് പറയണ നിധി ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും എനിക്ക് ഈ കല്യാണം ഒരു ട്രാപ്പ് പോലെ ഫീൽ ചെയ്യുക. എങ്ങനെയെന്ന് ശരിയായിട്ട് പറയാൻ അറിയില്ല, പക്ഷെ എന്തോ തെറ്റായിട്ട് തോന്നുക. നിധി ചോദിക്കുന്നു ആ പെണ്ണിന്റെ വീടിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു? ഇതുവരെ അന്വേഷിച്ചില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നു ആദ്യം അന്വേഷിക്കുക, അടുത്തൊക്കെ പോയി ആ വീടെങ്ങനെ പെണ്ണെങ്ങനെ ഇതൊക്കെ അന്വേഷിക്കണം. സാധാരണ നമ്മൾ ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഈ പെണ്ണിന്റെ കാര്യത്തിൽ സുഭാഷേട്ടനെല്ലാം അന്വേഷിച്ചെന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കാതിരിക്കേണ്ട കാര്യമില്ല. സുഭാഷേട്ടന്റെ ജീവിതത്തിന്റെ കാര്യം ഇത്. എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് സുഭാഷേട്ടൻ. നമ്മൾ വേണം ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ. നമ്മൾ തന്നെ എല്ലാം അന്വേഷിക്കണം. ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി ഉറപ്പായിട്ടും അന്വേഷിക്കാം, നമുക്ക് പോകാം. ഇത് കേട്ട് നിധി കാറിലേക്ക് കയറുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് നമ്മുടെ വീടെന്ന് പറയുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. എന്നോട് മാത്രം എന്റെ ഭാര്യയാണെന്ന് സമ്മതിക്കില്ലെങ്കിലും മറ്റെല്ലാവരുടെയും മുന്നിൽ എന്റെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നത്. ഇവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നിധി പറയണ സുധീഷെ പോകാം, അതാ വരുന്നു എന്ന് പറഞ്ഞ് സുധീഷും കാറിലേക്ക് കയറുകയാണ്. തുടർന്ന് നിധിയും സുധീഷും രാത്രി സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാധനങ്ങളുമായി വീട്ടിലേക്ക് വരികയാണ്. സുധീഷ് വലിയ കവറിൽ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു എന്താ ഇതല്ല, എന്താ മോളെ ഇത്, എന്താ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? സുധീഷ് സൂക്ഷിച്ചെന്ന് പറഞ്ഞ് സുഭാഷ് അത് വാങ്ങിച്ച് താഴേക്ക് വെക്കുകയാണ്. സുധീഷ് പറയുന്നു നിധി അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഡപ്പ പാത്രം കട കൂടി വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം ഉണ്ടല്ലോ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു ആ ചളുങ്ങിയതും പൊട്ടിയതുമായ പാത്രങ്ങളാണ്. ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം അവിടേക്ക് വെച്ച് നോക്ക്, അപ്പൊ ഇതാണ് പാത്രമെന്ന് സുഭാഷേട്ടന് തന്നെ തോന്നും. ആ സുഭാഷേട്ട എല്ലാം എടുത്തോണ്ട് പോകും. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നികേഷും അവരെ സഹായിക്കുന്നു. ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ഹരീഷ്. സുധീഷ് പാത്രങ്ങളൊക്കെ ഷെൽഫിലേക്ക് എടുത്തു വെക്കാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ ഇത് എടുത്തു വെക്കണ്ടേ? അപ്പൊ നിധി പറയണ വേണം, അതിനു മുമ്പേ കഴുകി തുടച്ചു വെക്കണം. ഇത് കേട്ട് സുധീഷ് പറയണ എടാ നികേഷ് സുഭാഷ് ഇട വാ കമോൺ നമുക്കൊരു പിടി പിടിക്കാം. അപ്പൊ നിധി പറയണ ആരും പിടിക്കാൻ പോകുന്നില്ല, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴുകി തീർക്കണം. കണ്ണു തള്ളി സുധീഷ് ചോദിക്കുന്നു ഒറ്റയ്ക്കോ? സുഭാഷ് പറയണ മോളെ ഇത് ഒരുപാട് പാത്രങ്ങളുണ്ടല്ലോ, സുധീഷ് നീ ഇങ്ങോട്ട് മാറിയേക്ക് ഞാൻ കഴുകാം. അപ്പൊ നിധി പറയുന്നു സുഭാഷ് ഇട വേണ്ട, സുധീഷ് കഴുകിക്കോളൂ, അത് കുറച്ചുകൂടി വാങ്ങണമെന്ന് വിചാരിച്ചതാ, അടുത്ത മാസം ആവട്ടെ. നികേഷ് ഇത് നിനക്കെന്ന് പറഞ്ഞ് നിധി ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് നികേഷിന്. താങ്ക് യു അടുത്തിന്ന് നികേഷ് പറയുമ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സുധീഷ് പറയണ നിധി ജോലി ചെയ്യുന്ന ഞാനും ചോക്ലേറ്റ് അവനോ? അപ്പൊ നിധി പറയണ അതെ അവന് മാത്രമേ ഉള്ളൂ ചോക്ലേറ്റ്, സുധീഷ് ജോലി ചെയ്യാൻ നോക്ക്. സുധീഷ് പറയണ ഇതെനിക്ക് വേണം, നികേഷ് നീ കഴിക്കടാ. തുടർന്ന് സുധീഷ് പറയുന്നു നിധി പാത്രം എല്ലാം കഴുകി. അപ്പൊ നിധി ചോദിക്കാണ് കഴിയോ? ഇതാന്ന് പറഞ്ഞ ഒരു ടവൽ എടുത്ത് കൊടുക്കുകയാണ് നിധി. അപ്പൊ സുധീഷ് പറയണ താങ്ക് യു നിധി, ഇതെല്ലാം ഇനി ഷർട്ടിൽ തുടക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതാ, കൈ തുടയ്ക്കാൻ തുണി എടുത്ത് തന്നല്ലോ. അപ്പൊ നിധി പറയണ സുധീഷ് ഇത് കൈ തുടയ്ക്കാൻ തന്നല്ല, ഈ പാത്രങ്ങളെല്ലാം തുടച്ചു വെക്കാനാ. അപ്പൊ സുധീഷ് പറയണ നിധി കഴുകി വെക്കാൻ പറഞ്ഞു, കഴുകി വെച്ചു, ഇനി എന്തിനാ തുടയ്ക്കുന്നത്, അത് തനിയിരുന്ന് ഉണങ്ങിക്കോളൂ. അപ്പൊ നിധി പറയണ ഇതെല്ലാം ഇപ്പൊ തന്നെ എടുത്തു വെക്കേണ്ടതാ, അല്പം പോലും വെള്ളമില്ലാതെ നന്നായി തുടയ്ക്കും. സുഭാഷേട്ടാ ഈ ഡപ്പയിലെല്ലാം കടുകും പയറും മറ്റു സാധനങ്ങളും എടുത്തു വെക്കാം, കാണാൻ നല്ല ഭംഗിയായിരിക്കും. വീട്ടിലേക്ക് വേറൊരു പെണ്ണും കൂടി വരാൻ പോവുകയല്ലേ, കിച്ചൺ നന്നായിരിക്കണം. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധു. ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് പറയുമ്പോൾ നിധു പറയുകയാണ് ഫോൺ വെച്ചാൽ വീണ്ടും വിളിക്കില്ലേ നീ? അപ്പൊ ഹരീഷ് പറയണ തിരിച്ചു വിളിക്കാൻ ഫോൺ വെക്കാതിരുന്നാ പോരായിരുന്നു. അപ്പൊ നിധു പറയണ നീ അല്ലേ ഫോൺ വെച്ചേ, ദേഷ്യം മാറിയിട്ട് തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചപ്പോൾ വിളിക്കുന്നതേ ഇല്ലല്ലോ. ഇവിടെ ഒരുത്തി നിന്റെ കോളും കാത്തിരിക്കുമെന്ന് നിനക്കറിയില്ലേ, എന്നെ വിളിച്ച് സമാധാനിപ്പിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധു പറയണ ഞാൻ സെൽഫിഷ് ആണെന്ന് പറഞ്ഞില്ല, അതിന് സോറി പറ. സോറി ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നിധു പറയണ നിനക്ക് എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ ഇപ്പൊ സോറി പറയും. അപ്പൊ ഹരീഷ് പറയണ എനിക്ക് നിന്നോട് പ്രണയമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് സോറി ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് എന്നോട് പ്രണയമില്ല ഹരീഷ് എന്ന് നിധു പറയുമ്പോൾ ഹരീഷ് പറയണ ശരി നീ അങ്ങനെ തന്നെ വെച്ചോ. ഇത് കേട്ടാ നിധു പറയുന്നു ഓ അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ, ഞാൻ നിന്റെ ആരുമല്ല.
ഇത് കേട്ട് ഹരീഷ് പറയണ അതെ അത്രേ ഉള്ളൂ. ഇത് കേട്ട് നേതു പറയണ ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല, ഇപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യും. ഇത് കേട്ട് ഹരീഷ് പറയണ നീ എന്ത് വേണമെങ്കിൽ ചെയ്യ, എന്നെ ഫോൺ വിളിക്കരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇത് കേട്ട് ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നീതു. ഹരീഷും ദേഷ്യത്തോടു കൂടി ആലോചിച്ചിരിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്